ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗിടാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഓണക്കായിട്ട് ഒരു പാലട പായസം തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പിങ്ക് കളറിലെ പാലട പായസമായിട്ട് ഞാൻ തയ്യാറാക്കുന്നത്. അതും കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഞാൻ തയ്യാറാക്കാം. നമുക്ക് കുറേ സമയം ഇളക്കൊന്നും ഇരിക്കാണ്ടും കുക്കറിൽ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാലട മിക്സ് അല്ല കേട്ടോ, പാലട മാത്രമുള്ള പേക്കാണ് കേട്ടോ. അപ്പം ഈ പാലട ഞാൻ എടുത്തിട്ടുള്ളത് 750 ഗ്രാം പാലടാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഈ 750 ഗ്രാം പാലട ഇതുപോലെ കുറച്ച് വലിയൊരു ബൗളിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇപ്പം 750 ഗ്രാം പാലട എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2.5 കപ്പ് ഉണ്ട് കേട്ടോ. 2.5 കപ്പ് പാലട ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഞാൻ ഇതുപോലെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവിച്ചെടുക്കുന്നതല്ല ഇപ്പോൾ ചെയ്യുന്നത്. 20 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുക. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഒന്ന് മൂടി വെക്കാൻ. ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് നമുക്കത് മാറ്റിയേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുക്കറിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 3.5 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിൽ ഈ കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കിയിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. മറ്റേ നമ്മൾ ഈ ഉരുളിയിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം കൈയെടുക്കാണ്ട് ഇളക്കിയും കൊണ്ട് നിൽക്കേണ്ട. അപ്പോൾ ഇതിൽ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 3.5 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 500 ഗ്രാം ഷുഗറാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡും ഒക്കെ നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം 3.5 ലിറ്റർ മിൽക്കും 500 ഗ്രാം പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കൈ കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം പാലൊന്ന് തെളിച്ച് വരാൻ വേണ്ടി ലേറ്റ് ചെയ്യാം. അങ്ങനെ പാലൊന്ന് തെളിച്ച് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് ഞാനൊന്ന് 20 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പാലട 20 മിനിറ്റ് അതിന് ശേഷം ഞാനിതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി പാലട ഇതിപ്പോൾ വെള്ളക്കനെ വലിച്ചെടുത്ത് കംപ്ലീറ്റ് വെള്ളം ഒന്നും ഇതിലുണ്ടാവില്ല. എന്നാലും നമുക്ക് ഇനി വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാൻ കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് ചെറിയ സിമ്മിലിട്ടിട്ട് നമ്മൾ പാല് വേവിച്ചെടുത്തതിന് ശേഷം അത് ഗ്യാസ് ഓഫാക്കി ശേഷം നമ്മൾ വിസിലൊക്കെ ഒന്ന് ആറിയതിന് ശേഷം വിസിൽ പോയതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കുറുക്കിയെടുക്കുന്ന ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് പാലട ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് പാലടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക ചെയ്യുന്നു. നമുക്ക് നല്ലൊരു ക്രീമി രീതിയിൽ കിട്ടും കേട്ടോ. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മളുടെ ഈ ഒരു പാലടൻ്റെ ഇത് നല്ല പിങ്ക് കളറിലായിട്ട് വരുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഏലക്കായൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഈ സമയം ഫുൾ ടൈം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 400 ഗ്രാം മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ടോഫിൻ്റെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ടോഫിൻ്റെ മിൽക്ക് മെയ്ഡ് പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും, അതുപോലെ വീട്ടിലുണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് കുക്കറിലേക്ക് ഇതുപോലെ 2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഇറക്കി വെച്ചിട്ട് മിൽക്ക് മെയ്ഡ് ടിന്നിൻ്റെ തൊട്ട് മുകളിൽ വരെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ ടോഫിൻ്റെ മിൽക്ക് മെയ്ഡ് കിട്ടും കേട്ടോ. അപ്പം ആ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ഈ പായസത്തിന് നല്ല പിങ്ക് കളറിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ടോഫി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ 15 മിനിറ്റ് കേട്ടോ, കറക്റ്റ് ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ പായസം നല്ല കുറുകിയിട്ട് നല്ല ക്രീമി രീതിയിൽ കിട്ടുക. കണ്ടില്ലേ? അപ്പം നമ്മളുടെ പായസമൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി രീതിയിലുള്ള പായസം കേട്ടോ. നല്ല പിങ്ക് കളറാണ്.
ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കാനില്ല. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നെയ്യ് മാത്രം ചേർത്ത് കൊടുക്കാനുള്ള കേട്ടോ. അല്ലാണ്ട് ഇതിൽ അണ്ടി മുന്തിരി അങ്ങനെയൊന്നും പാലട പായസത്തിൽ ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചൂടിൽ തന്നെ ഗീ ഒന്ന് അലിഞ്ഞോളും, അതിൽ സെറ്റായിക്കോളും. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ കുക്കറിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഇങ്ങനെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കേണ്ടി കേട്ടോ. നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ പായസം ഇങ്ങനെ കുക്കറിൽ തയ്യാറാക്കുന്ന സമയം. ഞാനിതൊന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കേണ്ടി. നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ ഒരു തവണ പായസം തയ്യാറാക്കി നോക്കേണ്ടി കേട്ടോ. നമ്മൾ പാലട പായസം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.